എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 5-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ജീവൻ ദീപം ഒരുമ വീണ്ടും അപേക്ഷിക്കാം. പ്രതിദിനം ₹1 പോലും നീക്കി വെക്കാനാകാത്ത തൻ്റെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു വീട്ടമ്മക്ക് കഴിയും എന്നതാണ് കുടുംബശ്രീയുടെ ജീവൻ ദീപം ഒരുമ പദ്ധതി തെളിയിക്കുന്നത്. വർഷം വെറും ₹200 മാറ്റിവെച്ച് ലക്ഷങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് വിപുലമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 13.66 ലക്ഷം അംഗങ്ങളാണ് ഇതുവരെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. 2025 മാർച്ച് മുതൽ ഇതുവരെ 4353 കുടുംബങ്ങൾക്കായി 7.61 കോടി രൂപ സഹായം കൈമാറിയതിലൂടെ കേവലം ഇൻഷുറൻസ് എന്നതിലുപരി സാധാരണക്കാരിയായ വീട്ടമ്മയ്ക്ക് സർക്കാരിൻ്റെ കരുതലായി പദ്ധതി മാറിയിട്ടുണ്ട്. LICയും സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും കൈകോർത്താണ് സ്നേഹ സുരക്ഷ നടപ്പിലാക്കുന്നത്. 18 മുതൽ 74 വയസ്സുവരെ ഉള്ളവർക്ക് പദ്ധതിയുടെ ഭാഗമാകാം. സ്വാഭാവിക മരണമോ അപകട മരണമോ സംഭവിച്ചാൽ അംഗത്തിൻ്റെ വായ്പകൾ ഇൻഷുറൻസ് തുകയിൽ നിന്നും തിരിച്ചടച്ച ശേഷം ബാക്കിയുള്ള തുക അവകാശികൾക്ക് നൽകും. 18 മുതൽ 50 വയസ്സുവരെയുള്ളവർക്ക് 2 ലക്ഷം രൂപയും മറ്റുള്ളവർക്ക് യഥാക്രമം 80,000, 30,000, 25,000 എന്നിങ്ങനെയാണ് പ്രായത്തിന് അനുസരിച്ച് ആനുകൂല്യം നൽകുന്നത്. അപകട മരണമാണെങ്കിൽ 30,000 രൂപ അധികമായി ലഭിക്കും. ഈ വർഷം മുതൽ വായ്പ എടുത്തവരെയും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെയും നിർബന്ധമായും പദ്ധതിയിൽ ചേർക്കാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. എല്ലാ ജില്ലകളിലും ഭീമ മിത്രമാരെ തിരഞ്ഞെടുത്ത് ഇവർ മുഖേന അപേക്ഷാ ഫോം ലഭ്യമാക്കും. അയൽക്കൂട്ടത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് മുഖേന വാർഷിക പ്രീമിയം അടച്ച് പദ്ധതിയിൽ ചേരാൻ കഴിയുന്നതാണ്. അടുത്ത അറിയിപ്പ്. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചുകൊണ്ട് ഭക്ഷ്യ വിതരണ വകുപ്പിൻ്റെ ഉത്തരവ് പുറത്തുവന്നു. പുതിയ വിപണി വിലക്കയറ്റം പരിഗണിച്ചാണ് സബ്സിഡി നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചതിനോടൊപ്പം സപ്ലൈകോ വഴി നിലവിൽ ₹329 നിരക്കിൽ വിൽപ്പന നടത്തുന്ന 1 ലിറ്റർ ശബരി നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ₹309 കുറയ്ക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം നോൺ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് ₹20 കുറയുക. 1 ലിറ്ററിൻ്റെ പാക്ക് വാങ്ങുമ്പോൾ 1/2 ലിറ്ററിന് സബ്സിഡിയും 1/2 ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ₹289 ഇനി ലഭിക്കുക. തൂരപ്പരിപ്പിന് വില കുറച്ചിട്ടുണ്ട്. ₹85 ഉണ്ടായിരുന്നത് 1 കിലോയ്ക്ക് ₹83 ആക്കിയിട്ടുണ്ട്. മല്ലി 1/2 കിലോയ്ക്ക് ₹43 ഉണ്ടായിരുന്നത് ₹45 വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. നിലവിലെ വില: ചെറുപയർ ₹85, ഉഴുന്ന് ₹87, കടല ₹63, വൻപയർ ₹83, തൂരപ്പരിപ്പ് ₹85, മുളക് ₹136, മല്ലി 1/2 കിലോ ₹45, പഞ്ചസാര ₹34, വെളിച്ചെണ്ണ സബ്സിഡിയും നോൺ സബ്സിഡിയും ചേർത്ത് ₹289, ജയാരി ₹33, കുറുവരി ₹33, മട്ടരി ₹33, പച്ചരി ₹29 എന്നിങ്ങനെയാണ്. അരി 8 കിലോ ആണ് ലഭിക്കുക. 2 തവണയായിട്ട് 4 കിലോ വീതം വാങ്ങണം. ഇതുകൂടാതെ സപ്ലൈകോയിൽ നിന്നും അത് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 20 കിലോ അരി ₹25 നിരക്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോയിൽ സ്റ്റോക്കുണ്ട് എങ്കിൽ വാങ്ങാവുന്നതാണ്. കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം 5 ദിവസമാക്കുന്നത് സംബന്ധിച്ച് വീണ്ടും സർക്കാർ സംഘടനകളുടെ യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറി. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം. നേരത്തെ മാറ്റിവെച്ച യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. ഓരോ സംഘടനയിൽ നിന്നും ഓരോ പ്രതിനിധിയെയാണ് പങ്കെടുക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രവൃത്തി ദിവസം 6 നിന്നും 5 ആക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ശുപാർശ ചെയ്തിരുന്നു. പകരം 1 മണിക്കൂർ ജോലി സമയം കൂട്ടണം എന്നാണ് നിർദ്ദേശം. ഓരോ മണിക്കൂർ ജോലി കൂട്ടുന്നതിനെ സർവീസ് സംഘടനകൾ എതിർക്കുന്നില്ല. എന്നാൽ പൊതു അവധി ദിവസങ്ങൾ കുറയ്ക്കണമെന്ന നിർദ്ദേശത്തോടാണ് സംഘടനകൾ എതിർപ്പ് ശക്തമാക്കുന്നത്. മുമ്പ് മാസം 2-ാം ശനിയാഴ്ചയും 4-ാം ശനിയാഴ്ചയും കൂടി അവധി ആക്കണമെന്നതിനെക്കുറിച്ച് ആലോചനയുണ്ടായിരുന്നു. എന്നാൽ ജീവനക്കാരുടെ കാഷ്വൽ ലീവ് കുറക്കും എന്ന നിർദ്ദേശം വെച്ചതോടുകൂടി സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തി. ഇതിനെ തുടർന്ന് വ്യത്യസ്തമായി എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി ദിവസങ്ങളാക്കുന്നതാണ് പുതിയ ശുപാർശ. നിലവിൽ 7 മണിക്കൂറാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം.
നഗരങ്ങളിൽ 10:15 മുതൽ വൈകുന്നേരം 5:15 വരെയും മറ്റിടങ്ങളിൽ 10 മണി മുതൽ 5 മണി വരെയുമാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം. പ്രവൃത്തി ദിവസങ്ങളിൽ കാലത്തും വൈകുന്നേരവുമായി സമയം 1.5 മണിക്കൂർ കൂടി ദീർഘിപ്പിച്ചാൽ 7.5 മണിക്കൂർ ലഭിക്കുന്നതാണ്. ഇത് ശനിയാഴ്ചത്തെ അവധിക്ക് പകരമാവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ നിലവിൽ രാവിലെ 10:15 എന്നുള്ളതിന് പകരം 9:15 അല്ലെങ്കിൽ 9:30 ആരംഭിക്കണം. വൈകുന്നേരം 5:15 പകരം 5:30 അല്ലെങ്കിൽ 5:45 അവസാനിക്കുന്ന രീതിയും ആക്കേണ്ടി വരും. സംസ്ഥാനത്തെ സ്കൂൾ സമയമടക്കമുള്ള ഘടകങ്ങൾ ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടി വരും. ഇപ്പോൾ സർക്കാർ ഓഫീസുകൾ ശനിയാഴ്ചയും അവധിയാകുന്നതിലേക്കാണ് പുതിയ ചർച്ചകൾ നടക്കുന്നത്. ബാങ്കുകൾ എല്ലാ ശനിയാഴ്ചയും അവധിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനുവരി 27 ദേശീയ പണിമുടക്ക് നടത്തിയിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇനിയും ലഭിക്കാത്ത ആളുകൾ സേവന വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കണം. അതിന് മൊബൈൽ ഫോണിൽ ക്രോം ബ്രൗസറോ ഗൂഗിളോ എടുത്തുകൊണ്ട് സേവന പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തതിന് ശേഷം ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പെൻഷൻ ID നമ്പറോ ആധാർ കാർഡ് നമ്പറോ നൽകിക്കൊണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. എന്തുകൊണ്ടെങ്കിലും മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈ മാസത്തെ പെൻഷൻ, അതായത് ജനുവരി മാസം വിതരണം ചെയ്ത പെൻഷൻ വിതരണം നടത്തിയിട്ടുണ്ടോ എന്നും അതിൽ കാണിക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിവാഹിത സർട്ടിഫിക്കറ്റ്, ഇവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ പെൻഷൻ ഇതുവരെ ലഭിക്കാത്ത ആളുകൾ ആ കാര്യം നോക്കുക. അടുത്ത സാമ്പത്തിക വർഷം മുതൽ എല്ലാ വർഷവും രാജ്യത്തെ ഉപഭോക്താക്കളുടെ വൈദ്യുതി ബില്ല് സ്വയം വർദ്ധിപ്പിക്കും എന്ന് റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദേശീയ വൈദ്യുതി നയത്തിന്റെ കരടിലാണ് ഈ സൂചന ഉള്ളത്. വൈദ്യുതി താരിഫ് പരിഷ്കരണത്തിന് NEP-യിൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കേന്ദ്ര വൈദ്യുതി മന്ത്രാലയം. വൈദ്യുതി ഉൽപാദനത്തിനും വിതരണത്തിനുമുള്ള ചെലവിന്റെ അടിസ്ഥാനത്തിൽ ഈ നിരക്ക് നിർണ്ണയിക്കും. സംസ്ഥാനങ്ങളിലെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനുകൾക്ക് തന്നെ ആയിരിക്കും. എന്നാൽ റെഗുലേറ്ററി കമ്മീഷനുകൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വൈദ്യുതി ഉൽപാദന ചെലവ് കണക്കാക്കി നിരക്ക് സ്വയം പുനർനിർണയിക്കുന്നതിന് ഇൻഡെക്സ് ലിങ്ക്ഡ് താരിഫ് പരിഷ്കരണമാണ് NEP തയ്യാറാക്കിയത്. വൈദ്യുതി ഉൽപാദനത്തിനും വിതരണത്തിനുമുള്ള ചെലവ് വർദ്ധിച്ചാൽ പൂർണ്ണമായും ഉപഭോക്താക്കളിൽ നിന്നും വാങ്ങണമെന്നാണ് NEP-യിൽ നിർദ്ദേശം. ഓരോ മാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വൈദ്യുതിയുടെ ഉൽപാദന വിതരണ ചെലവ് കണക്കാക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം രാജ്യത്തെ വൈദ്യുതി ഉപഭോക്താക്കളുടെ നടു ഒടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. BPL റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ മാസം 13 അവസാനിക്കും. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന് ലഭിക്കുന്നതിന് വേണ്ടി BPL റേഷൻ കാർഡ് അത്യാവശ്യമാണ്. അർഹതയുണ്ട് എങ്കിൽ നീല വെള്ള റേഷൻ കാർഡുകൾ ഉടനെ ഇതിന് അപേക്ഷ നൽകുക. സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവാണ് ഉണ്ടായത്. രാവിലെ 200 രൂപയാണ് ഗ്രാമിന് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിൻ്റെ വില 1,17,720 രൂപയായി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ